നെറ്റ്ഫ്ലിക്സിൻ്റെ മറ്റൊരു ഹിറ്റ് സീരീസായ ബ്ലാക്ക് മിറർ അതിൻ്റെ സീസൺ 7 ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഓരോ സീസണുകളിലും അടിപൊളി സാധനങ്ങൾ അവർ ചെയ്തു വയ്ക്കുക. ഇതൊരു ആന്തോളജി സീരീസാണ്. പക്ഷേ ഈ സീസൺ 7 ഒട്ടുമിക്ക എല്ലാ എപ്പിസോഡും ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഭയങ്കര കിഡിലിനായിട്ടുള്ള പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഇതിലെ കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞ ആദ്യത്തെ എപ്പിസോഡ്. ആൻഡ് ഇത് കണ്ടുവരുമ്പോൾ ഇത് ഇൻ നിയർ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണിത്. ദെൻ ഇതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡ് ദെൻ ഹോട്ടൽ റിവറി എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. ഒരു ഫുൾ ലെങ്ത് പടം കണ്ടൊരു ഫീലാണ്. കാരണം ഒരു 1-1.5 മണിക്കൂറുണ്ട്. അത് ഒരു സിനിമയ്ക്കകത്ത് നമ്മളൊരു ക്യാരക്ടർ അകപ്പെട്ട എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരിപാടിയായിരുന്നു അത് കാണിച്ചു തരിക. ആൻഡ് അതും ഏകദേശം അതേപോലത്തെ ഒരു തീമാണ് ഇതിൽ അവസാനത്തെ എപ്പിസോഡിനും ഒരു ഗെയിമിനകത്ത് അകപ്പെട്ട എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഈ ഹോട്ടൽ റിവറി എന്ന എപ്പിസോഡ് കുറച്ചും കൂടി ഇമോഷണലായ നമ്മൾ നമ്മൾ തീരെ ചിന്തിക്കാത്തൊരു പ്ലോട്ടാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ആൻഡ് പ്ലേത്തിങ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡും അതും അടിപൊളിയായിരുന്നു. ന്യൂയോളജി ആൻഡ് അവസാനത്തെ USS കാലിസ്റ്റർ ഇൻ ടു ദി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് അതൊരു വലിയ എപ്പിസോഡ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ലെങ്ത് പടം കണ്ട ഒരു ഫീലായിരുന്നു ഈ 2 എപ്പിസോഡുകൾക്കും തരിക. രണ്ടും കൂടി കൂട്ടി ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ആ 2 എപ്പിസോഡുകൾ മാത്രം. അല്ലാതൊക്കെ എല്ലാവരും ഓരോരോ മണിക്കൂറുള്ള ഓരോ ആന്തോളജി എപ്പിസോഡുകളാണ്. സോ ഈ അവസാനത്തെ USS